ഇപ്പോൾ ഈ കാണുന്ന താറിന് നല്ല രീതിയിൽ ഒരു പവർ ഡ്രോപ്പ് ഉണ്ട്. അതായത് വണ്ടിക്ക് തീരെ പെർഫോമൻസ് കിട്ടുന്നില്ല. കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു, ഇതുപോലെ തന്നെ സെയിം ഒരു താറ് ഒരു പവർ ഡ്രോപ്പായിട്ട് വന്നൊരു വണ്ടി. ആ ഒരു വണ്ടിയുടെ ടർബോ കംപ്ലൈൻ്റ് ആയിട്ടായിരുന്നു ആ വണ്ടിക്ക് പെർഫോമൻസ് കിട്ടാഞ്ഞത്. പക്ഷേ ഈ ഒരു വണ്ടിയുടെ കേസിൽ ഇതിൻ്റെ ടർബോ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു വാർണിംഗ് ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിട്ടും വണ്ടിക്ക് തീരെ പെർഫോമൻസ് കിട്ടുന്നില്ല. എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. എയർ ഫിൽറ്റർ മാറാൻ ആയിട്ടുണ്ട്, ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. അല്ലാണ്ട് വേറെ എയർ ഫിൽറ്ററിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതിൻ്റെ എയർമാ സെൻസർ കഴിഞ്ഞ വീഡിയോയിലേയും കാണിച്ചിരുന്നു. എയർമാ സെൻസറും ചെക്ക് ചെയ്തു. പ്രത്യേകിച്ച് അവിടെയൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്, ഈ ഒരു പവർ ഡ്രോപ്പ്, ഇത്രയും വലിയൊരു പവർ ഡ്രോപ്പ് വണ്ടിക്ക് വരാൻ കാരണം എന്താണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ കാണുന്ന ഓസിലുണ്ടായിരിക്കുന്ന ഈ ഒരു ഡാമേജ് ഉണ്ടോ, ഈ ഒരു കീറലുണ്ടോ, ഈ ഒരു ഡാമേജ് കാരണമാണ് വണ്ടിക്ക് ഇത്രയും വലിയൊരു പവർ ഡ്രോപ്പ് വരാൻ കാരണമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ പറ്റുള്ളൂ. ഇതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. ഈ ഒരു കീറൽ കാരണമാണ് വണ്ടിക്ക് ഇത്രയും പവർ ഡ്രോപ്പ് ഉണ്ടായതും ഇത്രയും പെർഫോമൻസ് കുറവ് വന്നതും. കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ പുറത്തുനിന്നുള്ള എയറിനെ ടർബോ വലിച്ചെടുത്ത് ഇൻ്റർകൂളർ വഴി ഡയറക്റ്റ് എഞ്ചിനിലേക്കാണ് പുഷ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഫയറിങ്ങിന് ആവശ്യമായിട്ടുള്ള എയർ എഞ്ചിനിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ ആ പുഷ് ചെയ്യുന്ന എയർ, ടർബോ പുഷ് ചെയ്യുന്ന എയർ ഈ ഒരു ഓസിൻ്റെ ഏകദേശം ഈ ഭാഗത്ത് എത്തുമ്പോൾ ഇവിടെ ഈ ഡാമേജ് ഉള്ളത് കൊണ്ട് തന്നെ ആ പുഷ് ചെയ്യുന്ന എയർ ഡയറക്റ്റ് പുറത്തേക്ക് പോകും. അതുകൊണ്ട് തന്നെ ആ ടർബോ പുഷ് ചെയ്യുന്ന എയർ എഞ്ചിന് കിട്ടത്തതുമില്ല. പിന്നെ ഫയറിംഗ് നടത്താൻ വേണ്ടി എഞ്ചിൻ സ്വന്തമായിട്ട് പുറത്തുനിന്ന് എയറിനെ വലിച്ചെടുക്കേണ്ടി വരും. അങ്ങനെയാണ് ഈ പെർഫോമൻസ് കുറയുന്നത്. മനസ്സിലായോ? എന്താ ശരിയായിട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. അതായത് എഞ്ചിൻ്റെ ഉള്ളിൽ ഫയറിംഗ് നടക്കണമെങ്കിൽ എയർ ആവശ്യമുണ്ട്. എയർ ഉണ്ടെങ്കിലേ ഫയറിംഗ് നടക്കുകയുള്ളൂ. ഈ ടർബോ ഇല്ലാത്ത വണ്ടികളിൽ ആ ഫയറിങ്ങിന് ആവശ്യമുള്ള എയറിനെ എഞ്ചിൻ തന്നെയാണ് അകത്തേക്ക് വലിച്ചെടുക്കുന്നത്. അതായത് പിസ്റ്റൺ താഴേക്ക് പോകുമ്പോൾ ആ സിലിണ്ടറിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആ വാക്വം കൊണ്ടിട്ട് എയർ അകത്തേക്ക് കയറും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ എഞ്ചിൻ അത്രയും സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. എഞ്ചിന് അത്രയും ലോഡ് വരുന്നുണ്ട്. ആ ലോഡ് വരുന്നതുകൊണ്ട് തന്നെ വണ്ടിയുടെ പെർഫോമൻസും കുറയും, മൈലേജും കുറയും. നേരെ മറിച്ച് ടർബോ ഉള്ള വണ്ടികളിൽ എഞ്ചിൻ പ്രത്യേകിച്ച് പണിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. എഞ്ചിൻ നോർമലി വർക്ക് ചെയ്യുന്നതിൽ വർക്ക് ചെയ്താൽ മതി. ഈ ഒരു ആവശ്യമുള്ള എയറിനെ ടർബോ ആണ് എഞ്ചിനിലേക്ക് പുറത്തുനിന്ന് വലിച്ച് പുഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും കൂടെ ഒരു പെർഫോമൻസ് എഞ്ചിന് കിട്ടും. ഒരു ടർബോയുടെ ഒരു ബൂസ്റ്റിങ് എഞ്ചിന് കിട്ടും. അപ്പോൾ ഈ ഒരു കേസിൽ ഈ ടർബോ പുഷ് ചെയ്യുന്ന എയർ ഡയറക്റ്റ് ആ പൊട്ടിയിരിക്കുന്ന ഓസ് പൊട്ടിയ സ്ഥലത്തൂടെ പുറത്തേക്ക് പോകും. പിന്നീട് ഫയറിങ്ങിന് ആവശ്യമുള്ള എയറിനെ എഞ്ചിൻ തന്നെയാണ് അകത്തേക്ക് വലിച്ച് കയറ്റുന്നത്. അപ്പോൾ എഞ്ചിൻ അത്രയും ലോഡ് വരുന്നുണ്ട്, അത്രയും സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് ഇത്രയും വലിയൊരു പവർ ഡ്രോപ്പ് എഞ്ചിൻ ഉണ്ടാവുന്നത്. ഇപ്പോൾ മനസ്സിലായോ? എന്നാ സാറേ, മനസ്സിലായോ? അപ്പോൾ ഇതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. റീസൺ സിമ്പിളായിരുന്നെങ്കിലും അതിൻ്റെ എഫക്റ്റ് വലുതായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഇത് ഓസ് മാറി കിട്ടാൽ മതി, ഓക്കെ ആവും. ഈ ടർബോയ്ക്ക് ഉണ്ടാകുന്ന ചെറിയ ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഓയിൽ അങ്ങനെ ഈ ഓസിനകത്തൊക്കെ വന്നിട്ടാണ് ഈ ഒരു കംപ്ലയിൻ്റ് ഒക്കെ മെയിനായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.